മണിയൂർ പാലയാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാരുണ്യം പെയിൻ ആൻഡ് പാലിയേറ്റീവും മണിയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന സ്റ്റുഡൻറ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഏകദിന പരിശീലന പരിപാടി ശ്രദ്ധേയമായി. രോഗീ പരിചരണം, ആശയവിനിമയം, സ്വാതന്ത്ര്യ പരിചരണത്തിൽ സമൂഹത്തിൻ്റെ ബാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യൻ അസോസിയേറ്റ് ഓഫ് പാലിയേറ്റീവ് സംസ്ഥാന ഭാരവാഹികളായ പ്രവീൺ, അബ്ദുൽ കരീം വാഴക്കാട് എന്നിവർ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. പരിശീലന പരിപാടി മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുനിൽ മുതുവന അധ്യക്ഷത വഹിച്ചു. NSS ലീഡർ S സാരംഗ്, പ്രോഗ്രാം ഓഫീസർ PG മിനിമോൾ, A ആവണി എന്നിവർ സംസാരിച്ചു. PK റഷീദ് മാസ്റ്റർ, PP ഹമീദ്, ജയശ്രീ, സിമിഷ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ ക്ലാസ് റൂമിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പാലിയേറ്റീവ് കെയർ ചെയ്യാനുണ്ട്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്ന, പ്രയാസപ്പെടുന്ന നിങ്ങളുടെ സഹപാഠിയുണ്ട്. സങ്കടത്തിന്റെ, പ്രയാസത്തിന്റെ ഞെരുപ്പോടുകളൊക്കെ കൂട്ടിയിട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ കൂട്ടുകാരനുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെറുത് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, നിസ്സാരമായ ഒന്നില്ല. നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്നത് പലർക്കും സാരമാവും. അതുകൊണ്ട് 2 ഹോം കെയറുകൾ മാഡം ഇവർക്ക് പൂർത്തീകരിച്ച്, അതിൽ സെക്കൻഡ് ഇയർ കുറെ ഹോം കെയറുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒന്നേ പൂർത്തീകരിച്ചിട്ടുള്ളൂ. ഒന്നുകൂടി അവരും ഫസ്റ്റ് ഇയർ 2 ഹോം കെയറുകളും പൂർത്തിയാക്കിയാൽ ഇവർക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് അലോട്ട് നിങ്ങൾക്ക് അനുവദിച്ചു തരാവുന്നതാണ്. അപ്പൊ 2 ദിവസത്തെ ട്രെയിനിങ് നിങ്ങൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ തിയറിയാ പറഞ്ഞു തന്നത്, അത് പ്രാക്ടീസ് ചെയ്യാനാണ് നിങ്ങളെ ഫീൽഡിലേക്ക് വിടുന്നത്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിലാണ് ഞാനൊരു പ്രാക്ടീസ് ഒക്കെ വെച്ചത്. ഒരു ഫ്രണ്ട്സ് എന്നുള്ള ഞാൻ പറയുന്നത്, അത് ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം. ക്ലാസ് റൂമിലും രോഗിയുടെ അടുത്തും ബൈസ്റ്റാൻഡറുടെ അടുത്തും ഒക്കെ ആത്മാർത്ഥത്തോടുകൂടി ചെയ്യാം. ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഇയർ NSSന്റെ ഭാഗത്ത് നിന്ന് 2 പേരും സെക്കൻഡ് ഇയർ NSSന്റെ ഭാഗത്ത് നിന്ന് 2 പേരും ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഒരു റിവ്യൂ. ഞാൻ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അതിൽ കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടി തുറന്നു പറയുമ്പോഴാണ് അത് ജെന്യൂൻ ആവുക. മറ്റത് തള്ളി ഒപ്പിച്ചു പോയാൽ പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ കുറിച്ചിട്ടുള്ള റിയൽ ഫീഡ്ബാക്ക്, ബോയ്സ് ഒരാളും ഗേൾസ് ഒരാളും ഫസ്റ്റ് ഇയറിൽ നിന്നും, സെക്കൻഡ് ഇയറിൽ നിന്നും ബോയ്സ് ഒരാളും ഗേൾസ് ഒരാളും ഒരു റിവ്യൂ നടത്തി നമുക്കിന്ന് അവസാനിപ്പിക്കാന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒക്കെ നിങ്ങളോട് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, മനസ്സിനോട് ചേർത്ത് വെച്ചുകൊണ്ട് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് 2 ആൾക്കും വേണ്ടിയിട്ട്. താങ്ക് യു വെരി മച്ച്.